morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ന്യായപ്രമാണത്തെ ദൈവം അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ചെയ്യുന്നവൻ ഇതിലാ ജീവിക്കും. അപ്പൊ അവര് അത് ചെയ്യുന്നവൻ ചെയ്യണമെങ്കിൽ ജീവൻ വേണ്ട, അത് ചെയ്യുന്നവൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു കോൺട്രാഡിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ജീവനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ചെയ്യുന്നവൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നിമിത്തം ദൈവത്തിൽ നിന്ന് സംഭവിച്ച അകൽച്ച മാറി ദൈവത്തോട് അവൻ ഒന്നയച്ചു. അവനിൽ ആ ദൈവിക പെർഫെക്ഷൻ ആണുള്ളത്. അത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ തികവുള്ളതാക്കി തീർക്കും, അവനോടെത്തും. അതവിടെ പറയുന്നത്. എന്നാൽ കർത്താവിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ക്രിസ്തുവിലായ നാം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എങ്ങനെ, നാം അവനിൽ ജീവിക്കേണ്ടതിന്, ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന് നാം എന്ത് ജീവിക്കുന്നത് ന്യായപ്രമാണം അനുസരിച്ചല്ല, ക്രിസ്തുവിലാ ജീവിക്കുക. അതായത് നാം എന്ന് ജീവിക്കുക, അതായത് നാം പിതാവായ ദൈവത്തോട് അടുത്തു വന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളല്ല, ക്രിസ്തുവിങ്കലെ വിശ്വാസത്താണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചല്ല ദൈവത്തെ അബ്ബാ പിതാവേ നിന്ന് നാം വിളിക്കുന്നു. നാം ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രവർത്തികളിലല്ല, ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, ക്രിസ്തുവിൽ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചിരിക്കുകയാണ്, ഞാൻ ആകിയാൽ സകല അനുഗ്രഹത്തിനും സകല നന്മയ്ക്കും സകല ഉയർച്ചയ്ക്കും ഞാൻ അവകാശിയാണെന്നുള്ള ബോധ്യത്തോടെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന് ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് പോകാം. നമ്മുടെ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലാണ് നാം നീതീകരിക്കപ്പെട്ടത്. പ്രവർത്തികളാലല്ല നാം ജീവൻ പ്രാപിച്ചത്, ക്രിസ്തുവിലാണ് നാം ജീവൻ പ്രാപിച്ചത്. ആ ബോധ്യത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.